തൈറോയ്ഡ് രോഗങ്ങളെ പേടിക്കേണ്ടതുണ്ടോ? എല്ലാ തൈറോയ്ഡ് മുഴകളും ക്യാൻസറസ് ആണോ? ഹായ്, ഞാൻ ഡോക്ടർ അജീഷ് ടി. വെൽക്കം ടു AJ Endo Talks. കഴുത്തിന് നടുഭാഗത്തിൽ ചിത്രശലഭ ആകൃതിയിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് T3 ആൻഡ് T4. തൈറോയ്ഡ് ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോണുകളായ T3 ആൻഡ് T4 ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ആക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ് നിലനിർത്തുകയും ചെയ്യുന്നു. തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് മൂലമുണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോൺ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന മറ്റ് മാറ്റങ്ങൾ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ പൊതുവെ ഉണ്ടാകുന്ന വീക്കം അഥവാ ഗോയിറ്റർ, അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന തടിപ്പുകൾ അഥവാ തൈറോയ്ഡ് നോഡ്യൂൾസ്, ഇവയും തൈറോയ്ഡ് ഗ്രന്ഥിയും സംബന്ധപ്പെട്ട ഒരു രോഗമാകുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പോതൈറോയിഡിസം അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടിയെ ബാധിക്കാവുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ജനനസമയത്ത് തന്നെ കുട്ടികളിൽ ഹൈപ്പോതൈറോയിഡിസം കണ്ടുവരുന്നു. ഇതിൻ്റെ ഭാഗമായി എല്ലാ നവജാത ശിശുക്കളിലും ജനനസമയത്ത് തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിലൂടെ തന്നെ പല കുട്ടികളിലും തൈറോയ്ഡ് പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ അഥവാ ഹൈപ്പോതൈറോയിഡിസം ജനനസമയത്തുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ഉടനടി ആരംഭിക്കേണ്ടതാണ്. കാരണം തൈറോയ്ഡ് ഹോർമോണുകൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന്, കുട്ടികളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം അഥവാ ജുവനൈൽ ഹൈപ്പോതൈറോയിഡിസം എങ്ങനെയാണ് കാണപ്പെടുന്നത്? കുട്ടികളിലെ വളർച്ചാക്കുറവ്, അതുപോലെ പ്രായം പൂർത്തിയാകാൻ താമസിക്കുന്ന അവസ്ഥ, കുട്ടികളിലെ പഠന വൈകല്യം, അതുപോലെ ക്ലാസ്സിൽ ശ്രദ്ധക്കുറവ്, അങ്ങനത്തെ എല്ലാം തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാവാം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഇനി പറയുന്ന അഡൾട്ട്സിൽ കാണുന്ന ഹൈപ്പോതൈറോയിഡിസം, പൊതുവേ കാണുന്ന രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ ക്ഷീണം, അമിതമായ തളർച്ച, ഉറക്ക കൂടുതൽ, അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രധാനമായും ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം, അതുപോലെ വെയിറ്റ് അഥവാ ഭാരം കൂടുക, മുടികൊഴിച്ചിൽ, മലബന്ധം, തണുപ്പിനോടുള്ള അസഹിഷ്ണുത, ഇവയെല്ലാം ഹൈപ്പോതൈറോയിഡിസത്തിൽ വരാവുന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്ന അവസ്ഥയിൽ ശരീരത്തിൽ അമിതമായ വിറയൽ, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ വെയിറ്റ് കുറയുക, അതുപോലെ അമിതമായ ക്ഷീണം, ഭയങ്കരമായിട്ട് വിയർക്കുക, കൂടാതെ വയറൊഴിച്ചിൽ, കണ്ണിൻ്റെ തള്ളിച്ച, ഇവയും കാണാവുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥയിലും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് രോഗം നിർണ്ണയിക്കേണ്ടതാണ്. തൈറോയ്ഡ് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കുന്നതിന് അഥവാ ഹൈപ്പർ തൈറോയിഡിസം ഓർ ഹൈപ്പർ തൈറോയിഡിസം കണ്ടുപിടിക്കുന്നതിന് പ്രധാനമായും 3 ടെസ്റ്റുകളാണ് വേണ്ടത്: T3, T4, TSH. T3, T4 കുറയുകയും TSH കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ കണ്ടുവരുന്നത്. അതുപോലെ T3, T4 കൂടുകയും TSH കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കണ്ടുവരുന്നത്. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റുകളും ചെയ്യുന്നതാണ്. അതിൽ പ്രധാനമായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റി-TPO. ആൻറ്റി-TPO ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ആ രോഗിക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉണ്ട്. അതാണ് ആ രോഗിയുടെ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കാരണം. ഇത് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മാത്രമാണ്. അസുഖത്തിൻ്റെ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇതുകൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ നമ്മൾ ആൻറ്റിബോഡിയുടെ ടൈറ്റർ ഉപയോഗിച്ച് അതിൻ്റെ അളവ് നോക്കി നമ്മൾ ഒരിക്കലും ഒരു പ്രോഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസ് ആൻറ്റി-TPO എന്ന ടെസ്റ്റിനില്ല. അതുകൊണ്ട് പൊതുവെ ഹൈപ്പോതൈറോയിഡിസത്തിന് ആൻറ്റി-TPO ഒരു വട്ടം മാത്രം ചെയ്താൽ മതി. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിനായി എൻഡോക്രൈനോളജിസ്റ്റ് നിർദ്ദേശപ്രകാരം ന്യൂക്ലിയർ മെഡിസിൻ സ്കാനോ ആൻറ്റിബോഡി ടെസ്റ്റോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ്, നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡിൽ ഉണ്ടാകുന്ന തടിപ്പുകൾ, മുഴകൾ അഥവാ ഗോയിറ്റർ, അവയുടെ കൂടുതൽ ഇവാലുവേഷനായി നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഇമേജിംഗ് ടെസ്റ്റാണ് അൾട്രാസൗണ്ട് ഓഫ് തൈറോയ്ഡ്. അൾട്രാസൗണ്ട് ചെയ്യുന്നതിലൂടെ തൈറോയ്ഡുകളുടെ
തടിപ്പുകളെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാൻ പറ്റുന്നു. അതിൻ്റെ അനാറ്റമിയെക്കുറിച്ചും അതിൻ്റെ മോർഫോളജിയെക്കുറിച്ചും അൾട്രാസൗണ്ട് സ്കാനിലൂടെ അറിയാൻ പറ്റുന്നു. അൾട്രാസൗണ്ട് സ്കാനിലൂടെ നമുക്ക് പല പല സ്കോറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അതിൻ്റെ ക്യാൻസറസ് റിസ്ക്കും അറിയാൻ സാധിക്കുന്നു. അൾട്രാസൗണ്ട് പ്രകാരം ക്യാൻസർ റിസ്ക് കൂടുതലുള്ള തൈറോയ്ഡ് നൊഡ്യൂൾസ് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം സൂചി പരിശോധന അഥവാ അൾട്രാസൗണ്ട് ഗൈഡ് FN നടത്തി ക്യാൻസർ റിസ്ക് നിർണ്ണയിക്കാവുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗങ്ങൾ ഒരു നല്ല കാര്യമെന്ന് പറയുവാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഉണ്ട് എന്നുള്ളതാണ്. ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന അവസ്ഥയിൽ തൈറോക്സിൻ എടുത്താൽ നമുക്ക് അത് വേണ്ട അളവിൽ എടുത്താൽ നമുക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉള്ളത് തന്നെ എല്ലാം തന്നെ മാറുന്നതാണ്. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് അഥവാ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി, സർജറി മുതലായ ചികിത്സാ രീതികൾ അവൈലബിൾ ആണ്. അതുപോലെ തൈറോയ്ഡ് നൊഡ്യൂൾസ്, എല്ലാ തൈറോയ്ഡ് നൊഡ്യൂൾസും ക്യാൻസറസ് അല്ല. ഒരു 5 മുതൽ 10% വരെ നൊഡ്യൂൾസേ ക്യാൻസറസ് ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൾട്രാസൗണ്ട് ചെയ്ത് അതിൻ്റെ റിസ്ക് നിർണ്ണയിച്ച് വേണമെങ്കിൽ സൂചി പരിശോധന അഥവാ അൾട്രാസൗണ്ട് ഗൈഡ് FN കൂടി ചെയ്ത് നമുക്ക് റിസ്ക് നിർണ്ണയിക്കാവുന്നതാണ്. ക്യാൻസറസ് റിസ്ക് കൂടുതലാണെങ്കിൽ എല്ലാ പേഷ്യൻസും സർജറി വേണ്ടി വരുന്നതാണ്. മറ്റ് ക്യാൻസറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ പ്രോഗ്നോസിസ് അതും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മറ്റ് ക്യാൻസറുകളെ പോലെ കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ ഒന്നും തന്നെ തൈറോയ്ഡ് ക്യാൻസറിന് വേണ്ടി വരുന്നില്ല. ഒരു തൈറോയ്ഡെക്ടമി അഥവാ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായി നീക്കം ചെയ്യുകയും അതോടുകൂടെ തന്നെ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പിയും കൂടി ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് 90% കംപ്ലീറ്റ് ആകുന്നതാണ്. തുടർന്നുള്ള ഫോളോ അപ്പിൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് തൈറോക്സിൻ ഡോസേജും ക്യാൻസർ റിസ്ക് നിർണയവും നടത്തേണ്ടതാണ്. ദിസ് ഇസ് ഡോക്ടർ രാജേഷ് സൈനിങ് ഓഫ് ഫ്രം AJ Endo Talks.